യും ഈഴവ സമുദായത്തിൻ്റെയും അതുപോലെ സുന്നി വിഭാഗങ്ങളുടെയും തലപ്പത്തുള്ളവരുടെ ഒരു സഹായത്തോടെയുള്ള ഒരു മുന്നണിയായി കണ്ട് യഥാർത്ഥ മതേതര സോഷ്യലിസ്റ്റ് പുരോഗമന ചിന്താഗതിക്കാരായ UDF-നെ ജയിപ്പിക്കുക എന്നൊരു ചിന്തയിലാണ് ഈ മുന്നണി അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഈ സന്ദർശനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും, അതിനെ രൂക്ഷമായി വിമർശിക്കപ്പെടും. പക്ഷേ അതിലെ ചില യാഥാർത്ഥ്യങ്ങൾ എന്തുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടിട്ടില്ല, ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഞാൻ വിശദീകരിച്ചത് അതുകൊണ്ടാണ്. ബിന്ദു കൃഷ്ണ ചില കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം അവിടെ തീരുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ അവര് പോയിട്ട് അവരെന്തോ ഉദ്ദിഷ്ടകാലത്തിന് തീരുമാനിക്കാനില്ല, അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ അവർ ഈ ക്ഷീരദിനാശംസകൾ പോലെയുള്ള അശ്ലീലം അവിടെ പറയത്തില്ല. അവർക്ക് സാധനം അവരുടെ പോയിന്റ് ഇല്ല. അവർ തീരുമാനിക്കട്ടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, എനിക്കവരെ ലഭിച്ചില്ല. അവിടെ കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് എനിക്കവരെ ബന്ധപ്പെടാൻ പറ്റിയില്ല. ഫോൺ എടുത്ത ആൾ ഒരു പക്ഷേ അവരോട് പറഞ്ഞു കാണില്ല, എന്താ എനിക്കറിയില്ല, കിട്ടിയില്ല. ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ താരതമ്യം ചെയ്യാനില്ല. ഇവിടെ CPM ആയിട്ടോ ഇടതുമുന്നണിയുമായിട്ടോ ഞാനിത് താരതമ്യം ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് UDF എന്ന് പറയുന്നത് വേറൊരു സംവിധാനമായിട്ട് ഇപ്പം മാറി, ഒരു ടീം UDF എന്നുള്ള ഒരു വിസ്മയം എന്നുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞാണ്. അപ്പോൾ താരതമ്യത്തിൻ്റെ അല്ലെങ്കിൽ എനിക്ക് പറയാമല്ലോ, പിണറായി വിജയൻ്റെ കാലത്ത് RSSുമായിട്ട് ഇവരുണ്ടാക്കിയ ബന്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട EP ജയരാജനെതിരെ എടുത്ത നടപടിയും ADGPയും MR അജിത് കുമാറിനെ കണ്ടതും ഇതൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ താരതമ്യത്തിലില്ല, ശരിയല്ല താരതമ്യം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മോദി നെഹ്റുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യമില്ല. അല്ല, അവരെ പറയുന്നതിൽ കാര്യമില്ലെന്ന് മാത്രമല്ല, അവരിപ്പോൾ അപ്രസക്തമാണ്. കാരണം അവരെ 14 ദിവസമായൊരു ഗവൺമെൻറ്റിനെ കുറിച്ച് CPM ഇന്ന് പറയുന്നത് എന്താണെന്ന് നിഷാദ് ഈ കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വം ശ്രദ്ധിക്കേണ്ട കാര്യം, 14 ദിവസം പ്രായമായൊരു മന്ത്രിസഭയെക്കുറിച്ച് ഇന്ന് അവർ 14 മാസം പ്രായമായ മന്ത്രിസഭയെ എതിരിടുന്ന പോലെ ഇന്ന് എതിരിട്ടത് അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്തും ചെയ്യാൻ, എന്തും വിളിച്ചു പറയാൻ ക്യാബിനറ്റ് ചീഫ് ഉണ്ടല്ലോ, അദ്ദേഹം പറയണ്ടേ ഈ മന്ത്രിമാർ എന്തിനാണ് ഈ വിദ്വേഷ പ്രസംഗിയുടെ വീട്ടിൽ പോയതെന്ന്? തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞില്ല, അതിനൊരു അവസരം എന്തായാലും അദ്ദേഹം നാളെയാണല്ലോ, ബുധനാഴ്ചയല്ലേ, നാളെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് എന്തായാലും അദ്ദേഹം കാണുമല്ലോ. സാധാരണഗതി ആണെങ്കിൽ അസംബ്ലിയില്ല, എനിക്കറിയില്ല നാളത്തെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ശ്രീ സതീശനോട് മുഖ്യമന്ത്രിയോട് ചോദിക്കാം, അദ്ദേഹം കൃത്യമായ ഉത്തരം പറയും. കാരണം ചോദിക്കണം.